മുണ്ടേരുമ എന്ന് പറയുന്ന പ്രദേശത്തെ കാര്യം കുറച്ചു നേരം മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്ന്. ആ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 3 മണിക്ക് മഴ തുടങ്ങി, മഴ നിന്നു. ആ 3 മണി സമയത്തൊക്കെ നോക്കുമ്പോൾ ഈ കണ്ടത്തിലെല്ലാം താന്നു കിടക്കുമായിരുന്നു. അതിനുശേഷം ഒരു 4-4:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും നോക്കുമ്പം ഏതാണ്ട് ആ വീടിന്റെ അവിടുന്ന് രാത്രി പോലീസുകാരുടെ സഹായത്തോടെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം കൂടെ വന്നാണ് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയത്. അതിഭയങ്കര മഴയായിരുന്നു. അത് കഴിഞ്ഞാണ് പടിഞ്ഞാറേ കൊല്ലയിലെല്ലാം കടകളിലെല്ലാം വെള്ളം കയറിയത്. ഒരു നിലയുടെ കണ്ടില്ല. ആ കാണുന്ന ജനലിന്റെ പകുതിയോളം മുങ്ങിപ്പോയിട്ടുണ്ട്. വീട്ടു സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉറച്ചു. നെടുങ്കണ്ടം, മുണ്ടിരിമ, തൂക്കുപാലം, കൂട്ടാറ് പോലെയുള്ള മേഖലകളിൽ മുഴുവൻ അതിശക്തമായി മഴ പെയ്ത് ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നു. വെളുപ്പിന് ഒരു 3 മണിയോടുകൂടി മഴവെള്ളം പാച്ചിൽ പോലെ പാഞ്ഞെത്തി ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകൾ മുഴുവൻ ബ്ലോക്കാണ്. താന്നുമൂട് റോഡ്, മുണ്ടിരിമ റോഡ്, അധികം തൂക്കുപാലം പോലെയുള്ള മേഖലകൾ മുഴുവൻ റോഡുകൾ ബ്ലോക്കാണ്. കൽക്കൂന്തലിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രതിസന്ധിയിലാണ്. ഒരുപാട് വീടുകൾ ഒരു നില താന്ന് മണ്ട വരെ വെള്ളം പൊങ്ങി നിൽക്കുന്നു. ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്ക് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രാത്രിയൊക്കെ വെളുപ്പിനെയൊക്കെ ആയിട്ട് കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുണ്ടേരുമ പ്രദേശത്തുള്ള നാട്ടുകാരാണ് നമ്മളടുത്ത് ഇപ്പോൾ സംസാരിച്ചത്. അവരും വലിയ രീതിയിൽ ആശങ്കയിലാണ്. കാരണം വെളുപ്പിനെ 3 മണിയോടുകൂടി തുടങ്ങിയ മഴയാണ് ഇത്രയും ശക്തമായ രീതിയിൽ വലിയ തോതിൽ തന്നെ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെയുള്ളവർ പറയുന്നത്. പല കാര്യങ്ങളുമുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ആശങ്കയോടുകൂടി അവർ പറയുമ്പോൾ അതിലേക്കൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതായിട്ടുണ്ട്. നിതിൻ തോമസും ഒക്കെ നമുക്ക് കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.